ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിട്ടേകാൻ വർണ്ണവിസ്മയമൊരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ 100 റംദാൻ സെയിൽ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. റമളാനിൽ നോമ്പു തുറക്ക് വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കി വാഴക്കാട് ഹയാത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ്. സഹനത്തിന്റെയും ആത്മവിശുദ്ധിയുടെയും പുണ്യങ്ങളുടെ പൂക്കാലവുമായ റമളാനിൽ വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കി നോമ്പു തുറയ്ക്ക് തയ്യാറായിരിക്കുകയാണ് മലപ്പുറം വാഴക്കാട് കണ്ണിയത്ത് ഉസ്താദിന്റെ നാമധേയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹയാത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ്. നാട്ടുകാരുടെയും പള്ളി കമ്മിറ്റിക്കാരുടെയും സുമനസ്സുകളുടെയും സഹായ സഹകരണത്തോടെയാണ് ഇവിടെ ദിവസവും നോമ്പുതുറ നടക്കുന്നത്. വാഴക്കാട് ചീനി ബസാറിൽ സ്ഥിതി ചെയ്യുന്ന ഹയാത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെ എല്ലാ വർഷവും വളരെ വിപുലമായ നിലക്കുള്ള നോമ്പുതുറ ഈ പള്ളി കമ്മിറ്റി ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. സാധാരണ നമ്മൾ പള്ളികളിൽ നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് ചെറിയ 1-2 ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസോ ഒക്കെയാണ് ഉണ്ടാവാറുള്ളത് സാധാരണ. പക്ഷെ അതിൽ നിന്നും വിഭിന്നമായി വളരെ വിപുലമായ രീതിയിലാണ് ഈ പള്ളിയിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ നാമധേയത്തിൽ സ്ഥിതി ചെയ്യുന്ന അസാസ് എന്ന ഈ പള്ളിയിൽ ഹയാത്തുൽ ഇസ്ലാം എന്ന നാമകരണത്തിലുള്ള ഈ മസ്ജിദിൽ ഇവിടെ എല്ലാ വർഷവും ഇവിടുത്തെ കമ്മിറ്റി വിപുലമായ നിലക്ക് ഫ്രൂട്ട്സുകളും പൊരിക്കടികളും അതുപോലെ ജ്യൂസും അതിലേക്ക് ഉപരി എല്ലാ ദിവസവും ഇവിടെ ചോറ് ബിരിയാണി കമ്മിറ്റി സംഘടിപ്പിച്ച് ആളുകൾക്ക് നൽകുന്നുണ്ട്. ഏകദേശം ഒരു 150-200 ആളുകളോളം എല്ലാ ദിവസവും ഇവിടെ പള്ളിയിൽ നോമ്പു തുറക്കെത്തുന്നുണ്ട് എന്നുള്ളതും നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു സംഗതിയാണ്. സാധാരണ മസ്ജിദുകളിൽ നോമ്പു തുറയ്ക്കുള്ള കാരക്കയും ഫ്രൂട്ട്സുകളും വെള്ളവും മാത്രമാണെങ്കിൽ ഇവിടെ ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളാണ് നൽകുന്നത്. ഊട്ടി കോഴിക്കോട് സംസ്ഥാന പാത കടന്നു പോകുന്നത് ഇതുവഴിയാണ്. അതുകൊണ്ട് തന്നെ ഏറെ യാത്രക്കാർ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് വാഴക്കാട്.